ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ പീലിയുടെ ഗ്രാമം എന്ന ആദ്യ പാഠമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പാഠത്തിലേക്ക് പോകാം. ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടികളെ നോക്കൂ. പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്ന പീലിയുടെ സുഹൃത്തുക്കളാണ് ഇവർ. കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള തിരക്കിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ? യാത്രയ്ക്ക് മുമ്പ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ഈ കുട്ടികൾ എന്താണ് പരസ്പരം പരിചയപ്പെടുകയാണല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരു കുട്ടിയായതുകൊണ്ടാണ് നീനു വീൽ ചെയറിൽ ഇരിക്കുന്നത്. ഇനി ഇതെല്ലാം കേട്ട അപ്പു എന്താണ് പറഞ്ഞത് നോക്കൂ. എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. നഗരത്തിലെ തന്നെ ഒരു ചേരി പ്രദേശത്താണ് അപ്പു താമസിക്കുന്നത്. അവന് അമ്മ മാത്രമാണ് ഉള്ളത്. ഇനി അത് കേട്ട വിക്കി എന്താണ് പറഞ്ഞത് നോക്കൂ. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. വിക്കി നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ കൂട്ടുകാർക്കറിയില്ലേ എന്താണ്? ഫ്ലാറ്റുകളാണ് അപ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് വിക്കി താമസിക്കുന്നത്. ഇനി ചമേലി എന്താണ് പറയുന്നത് നോക്കൂ. ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പായും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ പണിക്കായി വരുന്നുണ്ട്. ഇവരുടെ എല്ലാം കുട്ടികൾ നമ്മുടെ വിദ്യാലയങ്ങളിലും പഠിക്കുന്നുണ്ട്. കൂട്ടുകാരത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ പീലിയുടെ കൂട്ടുകാരാരൊക്കെയാണ്? നീനു, അപ്പു, വിക്കി, ചമേലി. കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ച് ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. ഇവിടെ എന്താണ് നിങ്ങളെ വരയ്ക്കാനും അതുപോലെ തന്നെ പീലിയുടെ കൂട്ടുകാർ അവർ സ്വയം പരിചയപ്പെടുത്തിയത് നിങ്ങൾ വായിച്ചില്ലേ? അതേപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വരികളാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു അല്ലേ എന്താണ്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് ധാരാളം ആളുകൾ ജോലിക്കായി എത്തുന്നുണ്ട്. ഇവരുടെ എല്ലാം മക്കളെ എവിടെയാണ് പഠിപ്പിക്കുന്നത്? അതെ, എവിടെയാണ്? നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നത് പോലെ അവരവരുടെ മാതാപിതാക്കളെ മാ എന്നും പാപ്പ എന്നുമാണ് വിളിക്കുന്നത്. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടീച്ചറുടെ സഹായവും ഇതിനായി ഉണ്ടാകും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടത്? നമ്മുടെ വ്യക്തിഗതമായ വിവരങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, അതുപോലെ ഹോബികൾ, നമുക്ക് എന്തൊക്കെ ആവാനാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യാത്രയ്ക്കൊരുങ്ങാം. ഈ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? നീനു ആണല്ലേ? നീനു എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ ഏറെ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കാനൊന്നും നീനുവിന് കഴിയുന്നില്ല അല്ലേ? എന്താണ് കാരണം? അതെ, അവൾക്ക് കാലുകൾക്ക് സ്വാധീനമില്ല. അതിനാൽ അവൾ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അധികം യാത്രകളൊന്നും ചെയ്യാൻ കഴിയാറില്ല. ഇനി വിക്കി എന്താ പറയുന്നത് എന്ന് നോക്കാം. പപ്പായും മമ്മയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
വിക്കി എന്താ പറഞ്ഞത് നോക്കൂ. വിക്കിയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും മനസ്സോടെയാണല്ലേ വിക്കിയെ വിടുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ പോയാൽ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചമേലി എന്താ പറയുന്നത് നോക്കൂ. ഞാൻ എവിടെ പോയാലും മാക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. ഇന്നും നമ്മുടെ നാട്ടിലെ ആളുകൾക്കിടയിലുണ്ടല്ലേ എന്താണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കുട്ടികളെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത. അപ്പോൾ അതുപോലെ തന്നെ ചമേലിക്ക് ഒരു പേടിയുണ്ട്. എന്താണ് പീലിയുടെ ഗ്രാമത്തിൽ പോയാലും അവൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകുമോ എന്ന്. ഇനി അപ്പുവിന് എന്താ പറയാനുള്ളത് എന്ന് നോക്കാം. അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവുമെന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. ഇവിടെ അപ്പുവിന് അവൻ്റെ അമ്മ ഒറ്റയ്ക്കായി പോകുമോ എന്ന പേടിയാണ് ഉള്ളത്. നിങ്ങളും അവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. ഇവിടെ നീനുവിനും വിക്കിക്കും ചമേലിക്കും അപ്പുവിനും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ എന്തൊക്കെ ആശങ്കകളാണ് ഉണ്ടായിരിക്കുക എന്നാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണം ഞാനിവിടെ നിങ്ങൾക്ക് തരാം. ഇവിടെ ആദ്യം കാണുന്ന ബോക്സിൽ നിങ്ങളെ തന്നെ വരച്ച് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത് കാണുന്ന ബോക്സിലാണ് നിങ്ങളുടെ ആശങ്കകൾ എഴുതേണ്ടത്. ഇന്ന് വരെ ഞാൻ എൻ്റെ അമ്മയെയും അച്ഛനെയും വിട്ടു നിന്നിട്ടില്ല. അവരെ വിട്ടു നിൽക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നാലും എൻ്റെ കൂട്ടുകാരുടെ കൂടെയാണ് പോകുന്നത് എന്നോർത്തപ്പോൾ സന്തോഷവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്ത് ആശങ്ക വേണമെങ്കിലും ഇവിടെ എഴുതി ചേർക്കാം. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. ഇവിടെ ആ 4 കുട്ടികളും കഥാപാത്രങ്ങളായി വരുന്ന റോൾ പ്ലേ അവതരിപ്പിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ അവർ 4 പേരും ചേർന്ന് പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവാൻ തയ്യാറായി. യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ? ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇവിടെ ചമേലിയുടെ ബാഗിൽ എന്തൊക്കെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അവളുടെ വസ്ത്രം, പേസ്റ്റ്, ബ്രഷ്, ബുക്ക്, അങ്ങനെ അവൾക്ക് അത്യാവശ്യമായ സാധനങ്ങളെല്ലാം അവൾ വെച്ചിട്ടുണ്ട്. എന്താണ് അവളുടെ ചിന്ത നോക്കൂ. മറ്റുള്ളവർ മാറ്റി നിർത്തുമോ? യാത്ര പോകാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിലും ചമേലിക്കൊരു ടെൻഷനുണ്ടല്ലേ. ഇവിടുത്തെ ആളുകൾ തന്നെ മാറ്റി നിർത്തുന്നത് പോലെ പീലിയുടെ ഗ്രാമത്തിലെ ആളുകളും അവളെ മാറ്റി നിർത്തുമോ എന്നാണ് അവൾക്ക് ഭയം. അമ്മ ഒറ്റയ്ക്കാകുമോ എന്ന ചിന്തയാണ് അപ്പുവിനുള്ളത്. ഇനി നീനു എന്താ ചിന്തിക്കുന്നത് നോക്കൂ. എല്ലായിടത്തും പോകാനാകുമോ? നീനുവിന് വയ്യാത്തത് കാരണം എല്ലായിടത്തും പോകാൻ കഴിയുമോ, എല്ലാ കാഴ്ചകളും കാണാൻ കഴിയുമോ എന്ന ആശങ്കയാണ് നീനുവിനുള്ളത്. വിക്കി എന്താ ചിന്തിക്കുന്നത് നോക്കൂ. നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ? വിക്കി എന്താണ് ചിന്തിക്കുന്നത്? നഗരത്തിലെ സൗകര്യങ്ങളെല്ലാം ഗ്രാമത്തിലും ഉണ്ടാകുമോ എന്നാണ്. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കൂ. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. അമ്മയും അച്ഛനും സങ്കടപ്പെടുമോ? അപ്പോൾ എന്താണ്? അതെ, ഞാൻ പോകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സങ്കടപ്പെടുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ചിന്തയും ഇവിടെ എഴുതി ചേർക്കണം. അതുപോലെ നിങ്ങളുടെ ബാഗിൽ എന്തൊക്കെ കരുതുമെന്നും വരയ്ക്കുകയും വേണം. പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? ഒന്നാം മലയിൽ കയറേണ്ടേ, അവിടുന്ന് തലകുത്തി മറിയേണ്ടേ. അങ്ങനെ അവർ 4 പേരും ചേർന്ന് യാത്രാഗാനമെല്ലാം പാടി പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. യാത്രാഗാനങ്ങൾ അറിയാമോ? അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കൂ. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു യാത്രാഗാനം എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പീലിയുടെ ഗ്രാമം. ഹായ്, അതാ പീലിയുടെ ഗ്രാമം. അവരങ്ങനെ 4 പേരും പീലിയുടെ ഗ്രാമത്തിലെത്തി. അതാ പീലി. എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു. എന്താ ഇത്ര വൈകിയത്? പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കൂ. ഇവിടെ എന്താണ് അവർ വരാൻ വൈകിയത് എന്നതിനുള്ള മറുപടിയാണ് ഇവിടെ എഴുതേണ്ടത്. പീലിക്ക് മറുപടിയായി ഇങ്ങനെ എഴുതാം.
നിന്റെ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ എന്തു ഭംഗിയാണ്. അത് ആസ്വദിച്ചു വരികയായിരുന്നു ഞങ്ങൾ. അതിനാലാണ് ഞങ്ങൾ എത്താൻ വൈകിയത്. അങ്ങനെ പീലി അവളുടെ കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാ ചിത്രം നോട്ട് ബുക്കിൽ വരച്ചു നോക്കൂ. ടീച്ചറുടെ സഹായം കൂടി തേടൂ. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷയുണ്ടാകില്ലേ, അവിടെ എന്തൊക്കെ കാണാൻ കഴിയുമെന്നതിനെക്കുറിച്ച്. അതുപോലെ പീലിയുടെ ഗ്രാമത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പറ്റുക എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ പീലിയുടെ ഗ്രാമം എങ്ങനെയായിരിക്കും എന്നതിനെ സങ്കല്പിച്ച് ഒരു ഭാവനാ ചിത്രവും നോട്ട് ബുക്കിൽ വരയ്ക്കണം. ഇവിടെ നോക്കൂ, പീലി അവളുടെ അമ്മയെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് എൻ്റെ അമ്മ. എല്ലാവരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. പീലിയുടെ അമ്മ അവരെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ വിക്കി എന്താണ് പറയുന്നത് നോക്കൂ. എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. പിന്നെ അവൻ്റെ ഒരു ജാട. വിക്കിയുടെ മമ്മി പുറത്തു നിന്നും ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവനുള്ള ഭക്ഷണവും കൊടുത്തു വിട്ടിരുന്നു. ഇത് കേട്ട പീലിയുടെ അമ്മ എന്താ പറയുന്നത് നോക്കൂ. അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത്. അങ്ങനെ അപ്പവും വിക്കിയും ചേർന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. പീലി, വളരെ നന്നായിട്ടുണ്ട്, എന്തു നല്ല രുചി. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ. അങ്ങനെ വിക്കിക്കും അപ്പുവിനും പീലിയുടെ വീട്ടിൽ നിന്നും കഴിച്ച ഭക്ഷണം വളരെ ഇഷ്ടമായി. ഇതിന് മറുപടിയായി പീലി എന്താ പറഞ്ഞത് നോക്കൂ. നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛൻ വയലിൽ ഉണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണാമല്ലോ. അങ്ങനെ കൂട്ടുകാരെല്ലാം ചേർന്ന് പീലിയുടെ അച്ഛനെ കാണാൻ വയലിലേക്ക് യാത്ര തിരിച്ചു. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ. ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും. പീലിയുടെ അച്ഛൻ ഒരു കർഷകനാണ്. അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള കുറച്ച് അഭിമുഖ ചോദ്യങ്ങളാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കുറച്ച് അഭിമുഖ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വീട്ടിലേക്ക് ആവശ്യമായ ധാന്യങ്ങളും പച്ചക്കറികളും നിങ്ങൾ തന്നെയാണോ കൃഷി ചെയ്യുന്നത്? വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ചന്തയിൽ വിൽക്കാനുള്ള പച്ചക്കറികൾ ലഭിക്കാറുണ്ടോ? കൃഷിയിൽ വരുന്ന കീടങ്ങളെ നശിപ്പിക്കാൻ ജൈവ കീടനാശിനിയാണോ ഉപയോഗിക്കുന്നത്? കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ടോ? ഞങ്ങൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും രുചികരമായ ഭക്ഷണമായിരുന്നു പീലിയുടെ വീട്ടിൽ നിന്നും ലഭിച്ചത്. അതിനുള്ള കാരണം എന്താണ്? ഇതുകൂടാതെ കൂട്ടുകാർക്ക് വേറെയും ചോദ്യങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. പീലിയുടെ അച്ഛൻ കൂട്ടുകാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും രുചികരമായ ഭക്ഷണം ലഭിക്കുന്നത് എന്നതിനുള്ള ഉത്തരം എന്തായിരിക്കും? അതെ, എന്താണ്? അവർ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും ധാന്യങ്ങളുമാണല്ലേ അവർ ഉപയോഗിക്കുന്നത്. അതിനാലാണ് ഇത്രയും രുചികരമായ ഭക്ഷണം അവർക്ക് തയ്യാറാക്കാൻ കഴിയുന്നത്. കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. പീലിക്കും ഈ രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാൻ ആഗ്രഹം തോന്നി. കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ. കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിച്ച് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കി ക്ലാസ്സിലൊരു ഭക്ഷ്യമേള നിങ്ങൾക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ഓക്കെ. വിക്കി എന്താ പറയുന്നത് നോക്കൂ. എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്താന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും പീലി? ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു. വിക്കിക്ക് നോക്കൂ, ഗ്രാമകാഴ്ചകളും അവിടുത്തെ ഭക്ഷണവും ഇഷ്ടപ്പെട്ടെങ്കിലും വൈഫൈയോ റേഞ്ചോ ഇല്ലാത്ത ഒരു ജീവിതം അവന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. അപ്പോൾ അപ്പു എന്താ പറഞ്ഞത് നോക്കൂ. നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നണേ. എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെപ്പറ്റി വിക്കിയും അപ്പുവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? വിക്കിയും അപ്പുവും രണ്ടു ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരാണല്ലേ.
അതിനാലാണ് രണ്ടുപേരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത്. ഗ്രാമത്തിലെ കാഴ്ചകൾ വിക്കിക്ക് ഇഷ്ടമായെങ്കിലും നഗരത്തിലെ സൗകര്യങ്ങൾക്കിടയിൽ കഴിയുന്ന അവന് ഗ്രാമത്തിലെ സൗകര്യമില്ലായ്മകളെ ഒരു കുറവായി തോന്നി. എന്നാൽ നഗരത്തിലെ തന്നെ ഒരു ചേരിയിൽ കഴിയുന്ന അപ്പുവിന് ഗ്രാമത്തിലെ കാഴ്ചകൾ ഇഷ്ടമാവുകയും അവിടുത്തെ അസൗകര്യങ്ങൾ ഒരു കുറവായി തോന്നുകയും ചെയ്തില്ല. കാരണം രണ്ടുപേരും വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ നിന്നും വന്നവരാണ്. ഇവിടെ വിക്കി നഗരത്തിലെ എല്ലാ സൗകര്യത്തോടു കൂടി കഴിയുന്ന ഒരു കുട്ടിയാണല്ലേ. അതുകൊണ്ട് തന്നെ അവന് റേഞ്ചോ വൈഫൈയോ ഇല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നേരെ മറിച്ച് അപ്പു ആകട്ടെ എന്താണ്, അവൻ പട്ടണത്തിലെ തന്നെ ഒരു ചേരിയിലാണ് താമസിക്കുന്നത്. ഗ്രാമങ്ങളിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ പോലും ചേരികളിൽ ലഭിക്കില്ല. ഇതിനാലാണ് രണ്ടു പേർക്കും രണ്ടഭിപ്രായങ്ങൾ തോന്നിയത്. ഇതെല്ലാം കേട്ട പീലിയുടെ അച്ഛൻ എന്താ പറഞ്ഞത് നോക്കൂ. ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് ഉല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ. അതായത് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും കളിക്കാനും ഉല്ലസിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട് എന്നാണ് പീലിയുടെ അച്ഛൻ പറഞ്ഞത്. വരൂ, പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം. നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കൂ. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് സ്കൂളിൽ തന്നെ ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്യാനുള്ളതാണ്. ഓക്കെ. അങ്ങനെ പീലിയും കൂട്ടുകാരും ചേർന്ന് പീലിയുടെ അച്ഛൻ്റെ കൂടെ ഗ്രാമകാഴ്ചകൾ കാണാൻ ഇറങ്ങി. ആഴ്ചച്ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. അതായത് ഗ്രാമവാസികൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ അവർ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളും എല്ലാം അവർ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത്. അതിനായി അവർ തിരഞ്ഞെടുക്കുന്ന മാർഗം എന്ന് പറയുന്നത് ചന്തയാണ്. ചന്തകളിലൂടെയാണ് അവർ സാധനങ്ങൾ വിൽക്കുന്നത്. നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം, ഒരു വ്യക്തി നിലത്ത് പാവിരിച്ചിരുന്നാണ് സാധനങ്ങൾ വിൽക്കുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് അയാൾ വിൽക്കുന്നത്? പച്ചക്കറികൾ, മൺകുടങ്ങൾ, അതുപോലെ ഓല കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ തുടങ്ങിയ സാധനങ്ങളാണ് അയാൾ വിൽക്കുന്നത്. അതുപോലെ തന്നെ ചന്തകളിൽ നിലത്തിരുന്നോ ഷെഡുകൾ കെട്ടിയോ ആണ് കച്ചവടം ചെയ്യുന്നത്. അടുത്ത ഭാഗം നോക്കൂ. നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു ചന്തയെക്കുറിച്ച്, അവിടുത്തെ കച്ചവട രീതിയെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ഉദാഹരണമായി ചെറിയൊരു നോട്ട് തരാം. എൻ്റെ നാട്ടിൽ ആഴ്ച ചന്തകളും സ്ഥിരം ചന്തകളും ഉണ്ടാവാറുണ്ട്. ഈ ചന്തകളിൽ ഞങ്ങളുടെ നാട്ടിലെ കർഷകർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പച്ചക്കറികളാണ് ലഭിക്കാറുള്ളത്. കുടിൽ വ്യവസായമായി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും ലഭിക്കാറുണ്ട്. കടകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ലാഭവും ഗുണവും ചന്തകളിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഉള്ള ഏതെങ്കിലും ഒരു ആഴ്ചച്ചന്തയോ സ്ഥിരം ചന്തയോ അല്ലെങ്കിൽ വൈകുന്നേര ചന്തകളൊക്കെ ഉണ്ടാകും. അത് സന്ദർശിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാം. ഓക്കെ. അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു. ഇവിടെ എന്താണ്, പീലിയുടെ അച്ഛൻ ആ ഒരു ചന്തയിൽ നിന്നും പീലിയുടെ കൂട്ടുകാർക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നൽകി. ഓല, കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം? നിങ്ങൾ ഉണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ഇവിടെ നിങ്ങളോട് വർണ്ണക്കടലാസ് അതുപോലെ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇതല്ലാതെയോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഉണ്ടാക്കി ക്ലാസ്സിലൊരു പ്രദർശനം സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. ഇവിടെ നോക്കൂ, പീലിയുടെ ഗ്രാമത്തിലെ ഒരു കുളത്തെ അവളുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത്തരം കാഴ്ചകളൊക്കെ പീലിയുടെ കൂട്ടുകാർക്ക് പുതിയ അനുഭവങ്ങളും അതുപോലെ തന്നെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളുമായിരിക്കും. കാരണം എന്താണ്, അവർ നഗരങ്ങളിൽ നിന്നും വന്ന കുട്ടികളാണ്. പീലിയും കൂട്ടുകാരൊക്കെ കുളത്തിലിറങ്ങി കളിച്ചപ്പോൾ നീനു എന്താ പറയുന്നത് നോക്കൂ. ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. നമ്മുടെ ഗ്രാമങ്ങളിൽ വയലുകളിൽ കാണുന്ന കാളപൂട്ട് മത്സരമാണ് അത്. കൊയ്ത്തിനു ശേഷം രണ്ടാം വിള ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. നമ്മുടെ ഗ്രാമങ്ങളിലെ വയലുകളിൽ മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മത്സര ഇനമാണ് കാളപൂട്ട് മത്സരം. പീലിയും കൂട്ടുകാരും ചേർന്ന് ഒരു ഉത്സവം കാണാൻ പോയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. ആ ചിത്രത്തിൽ നോക്കൂ,
പൂതനും തിറയും ഒക്കെയാണല്ലേ? അപ്പോൾ എന്തായിരിക്കും അത്? അതെ, എന്താണ്? ഒരു അമ്പലത്തിൽ നടക്കുന്ന ഉത്സവമാണ്. നിങ്ങളുടെ നാട്ടിലും വിവിധ തരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവവും ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ആഘോഷിക്കാറുള്ള ഏതെങ്കിലും ഒരു ഉത്സവത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ്. അതിലേക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മുതിർന്നവരുടെ സഹായവും തേടാം. അങ്ങനെ പീലിയും കൂട്ടുകാരുമെല്ലാം ഉത്സവമൊക്കെ കഴിഞ്ഞ് മടങ്ങി. പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ട് എഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കൂ. ഇവിടെ ഗ്രാമത്തെ പറ്റി, ഗ്രാമ കാഴ്ചകളെ പറ്റി ഒരു പാട്ടുണ്ടാക്കി എൻ്റെ ഗ്രാമം എന്ന പേരിൽ പാടി അവതരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്നും അവർ നേരെ പോയത് എങ്ങോട്ടാണ്? ഒരു കുന്നിൻ മുകളിലേക്കാണ്. അവിടെ നിന്നും അവർ കാണുന്ന കാഴ്ച എന്താണ്? ആകാശ കാഴ്ചകളാണല്ലേ കാണുന്നത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? നമുക്ക് അതൊന്ന് വരച്ചു നോക്കിയാലോ? എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വച്ച് ക്ലാസ്സിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കൂ. രാത്രികാലങ്ങളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ എന്തെല്ലാം കാഴ്ചകൾ കാണാം? ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അല്ലേ? അതുപോലെയുള്ള ചിത്രങ്ങൾ വരച്ച് ക്ലാസ്സിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നീനുവും അപ്പുവും എന്താണ് പറയുന്നത് നോക്കൂ. പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. കീം ചമേലിയും എന്താ പറയുന്നത് നോക്കൂ. നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടാവില്ലേ? ഗ്രാമകാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് ഇവിടെ എഴുതി ചേർക്കൂ. പീലിയുടെ കൂട്ടുകാർ അവരുടെ അഭിപ്രായം പറഞ്ഞതുപോലെ ഗ്രാമത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായവും എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം പട്ടണത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഗ്രാമകാഴ്ചകൾ ഒരു പുതിയ അനുഭവം ആയിരുന്നു. ഗ്രാമത്തിലെ പുഴയും തോടും മലകളും കുളങ്ങളും എന്ത് ഭംഗിയാണ്. പട്ടണത്തിലേതുപോലെ തിരക്ക് പിടിച്ച് ഓടുന്ന ജനങ്ങൾ അല്ല ഇവിടെയുള്ളത്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ തന്നെയാണ് അവർക്ക് വേണ്ട പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവ വിൽക്കുന്നതിനുള്ള ചന്തകൾ ഇവിടെ സുലഭമാണ്. വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരം എന്നെ ഏറെ ത്രസിപ്പിച്ചു. നഗരത്തിലെ സൗകര്യങ്ങൾ ഗ്രാമത്തിൽ ഇല്ല. എങ്കിലും ഇവിടുത്തെ ആളുകൾ വളരെ സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പട്ടണത്തിലെ കാഴ്ചകളെക്കാളും എനിക്ക് ഇഷ്ടമായത് ഗ്രാമകാഴ്ചകൾ തന്നെയാണ്. പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ കൂട്ടുകാർക്കും സന്തോഷത്തെക്കുറിച്ചും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ? അത്തരം ചിന്തകളിലൂടെയല്ലേ ഇതുവരെയും നിങ്ങൾ ലോകത്തെ നോക്കിക്കണ്ടത്? ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ? പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ? പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കൂ. നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ടേ സന്തോഷമുണ്ടാകൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആ ചിന്ത മാറി. വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അത് മാറി. എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല. 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ. ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത്? നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവയ്ക്കൂ. ഇവിടെ നിങ്ങൾക്കുണ്ടായ ഏതെങ്കിലും ഒരു അനുഭവമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം. കടകളിൽ മാത്രമല്ല സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്നത്. അതിനായി ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലെ കൂട്ടുകാർക്കും ഗ്രാമത്തെക്കുറിച്ചുണ്ടായ ഒരു മുൻധാരണ എങ്ങനെയാണ് തിരുത്തിയത് എന്ന് എഴുതി ചേർക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ പീലിയുടെ ഗ്രാമം എന്ന ഈ ഒരു പാഠവും ഇതിലെ പ്രവർത്തനങ്ങളും കഴിഞ്ഞു. ഇനി അടുത്തൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്